പ്രിയപ്പെട്ടവരെ, തീർച്ചയായും കേൾക്കൂ എന്നതിന്റെ രണ്ടാം ഭാഗമാണ്. വളരെയധികം സന്തോഷവാനായിരുന്നു ആഫ്രിക്കൻകാരനായ ഹാഫിസ്. സന്തോഷമുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം സംതൃപ്തനുമായിരുന്നു. അദ്ദേഹത്തിന്റെ ദൈനംദിനം മുന്നോട്ട് പോകുന്നത് കുറച്ച് സ്ഥലമുണ്ട്, അവിടെ കന്നുകാലികളെല്ലാം മേയിച്ചിട്ട് വളരെ ഭംഗിയായി, വളരെ സംതൃപ്തനായി, വളരെ കാം ആൻഡ് ക്വയറ്റായി ജീവിച്ച ഒരു വ്യക്തിയാണ് ഈ ഹാഫിസ്. ഒരു ദിവസം ഹാഫിസിന്റെ വീട്ടിൽ ഒരു പണ്ഡിതൻ വന്നിട്ട് പറഞ്ഞു, ഹാഫിസെ, ഈ നാട്ടിൽ ഈ തള്ളവിരലിന്റെ വലിപ്പത്തിൽ ഒരു വജ്രമുണ്ട്. അത് നീ കണ്ടെത്തിയാൽ നിനക്ക് ഈ നാട് മുഴുവനും സ്വന്തമാക്കാൻ പറ്റുമെന്ന് ഈ പണ്ഡിതൻ പറയുന്നു. അന്ന് രാത്രി ഹാഫിസ് ഉറങ്ങുന്നില്ല. ഇത്രയും നാൾ വളരെ സന്തോഷത്തോടെ ഉറങ്ങിയിരുന്ന ഹാഫിസിന്റെ ഉറക്കം പോവുകയാണ്. എങ്ങനെയെങ്കിലും ആ വജ്രത്തിനെ കണ്ടെടുത്തിട്ട് എനിക്ക് എന്ത് ചെയ്യണം, ഈ നാടിനെ മുഴുവനും വാങ്ങണമെന്ന ചിന്തയായി ഹാഫിസിന്. അങ്ങനെ അതിനെ തുടർന്ന് അദ്ദേഹത്തിന്റെ ഉണ്ടായിരുന്ന ഈ സ്ഥലങ്ങളെയും കന്നുകാലികളെയും വീടിനെയും എല്ലാം വിറ്റിട്ട് അദ്ദേഹം ഈ നിധി തേടി, ഈ വജ്രം തേടി അദ്ദേഹം സഞ്ചരിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരുപാട് സഞ്ചരിച്ചു, യൂറോപ്യൻ കൺട്രീസൊക്കെ സഞ്ചരിച്ചു. അങ്ങനെ സാമ്പത്തികമായും മാനസികമായും ശാരീരികമായും ഈ ഹാഫിസ് തളർന്നു. അങ്ങനെ ബാഴ്സലോണ നദിയിൽ അദ്ദേഹം ആത്മഹത്യ ചെയ്തതായി ചരിത്രം പറയുന്നു. കുറച്ചു കാലത്തിന് ശേഷം ഈ പണ്ഡിതൻ വീണ്ടും ആ പഴയ സ്ഥലത്തേക്ക്, ഹാഫിസ് വിറ്റുപോയ സ്ഥലത്തേക്ക് വന്നപ്പോൾ അവിടെ മറ്റൊരാൾ താമസിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ സ്വീകരണ മുറിയിൽ തിളങ്ങുന്ന ഒരു ഉദയസൂര്യന്റെ കിരണമേറ്റ് തിളങ്ങുന്ന ഒരു കല്ലിനെ കാണുന്നു. അപ്പൊ ഈ പണ്ഡിതൻ ചോദിച്ചു, ഇതിപ്പോ ഹാഫിസ് തിരിച്ചു വന്നു? അപ്പം പുതിയ വീട്ടുകാരൻ പറഞ്ഞു, ഹാഫിസ് അതൊക്കെ വിറ്റുപോയിട്ടുണ്ട്. ഇതിവിടെ ഞാൻ എൻ്റെ ഒട്ടകത്തിന് മേക്കുന്ന സമയത്ത് ഈ നദിയിൽ കിടന്ന് കിട്ടിയ ഒരു കല്ല്, ഞാൻ അതിന്റെ കൗതുകം തോന്നിയത് കൊണ്ട് ഞാൻ ഇവിടെ കൊണ്ട് വച്ചതാണെന്ന് പറഞ്ഞു. അപ്പൊ പണ്ഡിതൻ പറഞ്ഞു, ഈ നാടിനെ മുഴുവനും വാങ്ങാൻ പറ്റുന്ന അളവിൽ മൂല്യമേറിയതാണ് ആ കല്ലെന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട പാഠം, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന നിധി നിങ്ങളുടെ കാലിന്റെ കീഴിലുണ്ട്, നിങ്ങൾ അടുത്ത് തന്നെ ഉണ്ട്. പക്ഷെ മനുഷ്യൻ എന്ത് ചെയ്യും, ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ വച്ച ഇപ്പം ഉള്ളതിനെ കുറിച്ച് അവൻ അറിയില്ല. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, അവനൊരു സ്ഥാപനമുണ്ടെന്നിരിക്കട്ടെ, ആ അതൊരു അനുഗ്രഹമാണെന്ന് അവൻ തിരിച്ചറിയില്ല. അവൻ അടുത്തൊരു സ്ഥാപനത്തിനെ കുറിച്ച് ചിന്തിക്കും. ശരിക്കും ഇവിടെ വരുന്നത് എന്താണ്, ഈ സ്ഥാപനവും നാശത്തിലേക്ക് പോവും, അടുത്ത സ്ഥാപനം ഉണ്ടാവുകയുമില്ല. മറിച്ച് അല്ലാഹു തആല അല്ലെങ്കിൽ സർവേശ്വരനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് എന്താണോ തന്നത് അതിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കോൺസെൻട്രേറ്റ് ചെയ്ത് ഇവിടെ നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മുന്നേറാൻ കഴിയുമെന്നുള്ള ചിന്ത വളർത്തിയെടുത്ത് വളരെ ക്രിയാത്മകമായി മനോഭാവത്തിനെ നിങ്ങൾ ചേഞ്ച് ചെയ്താൽ ഇൻഷാ അല്ലാഹ് ജീവിതം മാറ്റം ഉറപ്പാണ്. എല്ലാവരും ഇത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക. അല്ലാഹു സ്വീകരിക്കട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.